നമസ്കാരം. നാഷണൽ പെൻഷൻ സ്കീംസ് അഥവാ NPS-ഉം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലുള്ള SWP-യും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. മുന്നേ പെൻഷൻ സ്കീംസ് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ വരുമാനത്തിൽ നിന്ന് ഒരു പെർസെൻറ്റേജ്, അത് ആ വ്യക്തിയാവാം, അയാളുടെ സ്ഥാപനമാവാം, ഇയാളുടെ പേരിൽ ഒരു പെൻഷൻ സ്കീമിൽ നിക്ഷേപിക്കുകയും അതിലൂടെ ഉണ്ടാകുന്ന ലാഭം ഇയാളുടെ റിട്ടയർമെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് മാസമായിട്ടോ ഒറ്റത്തവണയായിട്ടോ തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ NPS എന്ന് പറയുന്ന നാഷണൽ പെൻഷൻ സ്കീംസ് വന്നപ്പോൾ ചെറിയ മാറ്റം ഇതിൽ വന്നു. അതായത് ഒരു വ്യക്തി ഇതേപോലെ തന്നെ അയാളുടെ വരുമാനത്തിൽ നിന്നുള്ള ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇതേപോലെ പെൻഷൻ സ്കീമിലേക്ക് NPS-ലേക്ക് മാറ്റുമ്പോൾ 60% വരെ മാത്രമേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 40% നമുക്ക് ഏതെങ്കിലും ഒരു ആന്വിറ്റി പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ NPS-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 40% ഉണ്ടാവുന്ന ഈ ആന്വിറ്റി പ്രൊഡക്റ്റിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5.5% മുതൽ ഒരു 8.36% വരെയാണ് സാധാരണയായിട്ട് ഇപ്പോൾ ഈ പറയുന്ന ആന്വിറ്റി പ്രൊഡക്റ്റിൽ കൊടുക്കാറുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വ്യക്തിക്ക് വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 45 വയസ്സ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ജോലി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നമുള്ളതാണ്. അതായത് സ്ഥിരത എന്ന് പറയുന്നതൊക്കെ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. 45 വയസ്സിൽ ഈ വ്യക്തി റിട്ടയർ ആയെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 20% വരെ മാത്രമേ പിൻവലിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 80%വും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ ആന്വിറ്റി പ്രൊഡക്റ്റ് വാങ്ങാൻ നിർബന്ധിതരാവേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക. ഇനി നമുക്ക് ഈ ഒരു കാര്യത്തിന് നമുക്ക് ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ നമുക്കറിയാം SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാനിംഗ് നമുക്കറിയാം. 25-ാമത്തെ വയസ്സിൽ ഒരു വ്യക്തിക്ക് ജോലി കിട്ടുന്ന സമയത്ത് അയാൾ മാസം ഒരു 5000 രൂപ ഈ പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെന്ന് കൂട്ടുക. നമ്മളൊരു 13-14% മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിലുള്ള SWP-യെ പറ്റി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. 25 വയസ്സുള്ള ഈ വ്യക്തി മാസം 5000 രൂപ ഒരു മാസം എന്ന രീതിയിൽ അയാൾ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് മാർക്കറ്റിൽ 13-14% റിട്ടേൺസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ മ്യൂച്വൽ ഫണ്ടിലൂടെ സാധിക്കാറുണ്ട്, ലോങ് ടേം നോക്കുകയാണെങ്കിൽ. സോ ഇവിടെ നമ്മളതിൻ്റെ മിനിമം 13% എന്ന് പറയുന്ന ഒരു കണക്കിലാണ് നമ്മളിതിന് എടുക്കണതെങ്കിൽ, 45-ാമത്തെ വയസ്സിൽ, അതായത് നമ്മൾ നേരത്തെ ഇവിടെ ഈ പറഞ്ഞ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 57,28,000 രൂപയോളം ഇയാൾക്ക് ടോട്ടലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആയിട്ട് അതിൻ്റെ ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഒന്ന് മനസ്സിലാക്കുക, ഈ 57 ലക്ഷം രൂപ വെച്ചിട്ട് വേണമെങ്കിൽ അയാൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ സമയത്ത് അയാൾക്ക് മാസം ഒരു 43,000 രൂപ വെച്ചിട്ട് എവരി മന്ത് അയാളുടെ ആയുസോടെ ഉള്ളിടത്തോളം കാലം വരുമാനം കിട്ടുന്ന രീതിയിൽ നമുക്ക് SWP പ്ലാൻ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന വ്യക്തി ഒരു 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്ന് കരുതട്ടെ. ഈ 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ അയാൾ ഏകദേശം 1,29,00,000 രൂപ അയാൾ മന്ത്ലി ഈ പറഞ്ഞ ടോട്ടൽ വരുമാനമായിട്ട് മേടിക്കാൻ പറ്റും. ഇനി ഇയാളുടെ ഈ 57 ലക്ഷം രൂപ അവിടെ വെറുതെ ഇരിക്കില്ല. ഈ 13% റിട്ടേൺസിൻ്റെ നമ്മൾ പറയുന്നതെങ്കിൽ പോലും അത് ഏകദേശം ഒരു 4 കോടി രൂപയായിട്ട് മാറിയിട്ടും ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മാസാമാസം ഒരു 43,000 രൂപ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കെ അയാൾക്ക് ഒരു 4 കോടി രൂപയുടെ ആസ്തി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കുന്നതിന് യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ആകെ ചെയ്യുന്നത് 5000 രൂപ മാസം മാറ്റിവെച്ചു എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. ചില ആൾക്കാർ പറയും ഈ 70 വയസ്സാകുമ്പോൾ ഈ 4 കോടി രൂപയ്ക്ക് വിലയുണ്ടാവുമോ എന്നൊക്കെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയാം, ഈ 5000 രൂപ അടക്കുന്നത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് മൂല്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺസ് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ പണം പോരാന്നുണ്ടെങ്കിൽ ഇതിനെ കൂട്ടാൻ പറ്റും. സോ ഇവിടെ നിങ്ങളിപ്പോൾ NPS-ൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് അവിടെ അടക്കുന്നുണ്ട്. സോ മനസ്സിലാക്കുക, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വൈസ്ലി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലാഭം, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഗുണകരമാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്.